അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരാളുടെ മനസ്സ് മാറ്റുന്നതിനെ കുറിച്ചാണ്. അതിന് ചൊല്ലേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരാളുടെ മനസ്സ് മാറ്റുക എന്ന് പറയുമ്പോൾ മക്കൾ നന്നാവാൻ അല്ലെങ്കിൽ മക്കളുടെ മനസ്സ് മാറാൻ, അനാവശ്യമായ പ്രണയത്തിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്ന മക്കളുടെ മനസ്സ് മാറുവാൻ, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദുഷിച്ച മനസ്സ് മാറുവാൻ, മറ്റ് അവിഹിതത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് തിരിഞ്ഞ മക്കളുടെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മനസ്സ് മാറുവാൻ വേണ്ടിയിട്ട് ഖുർആനികപരമായിട്ടുള്ള പരിഹാര മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം 5 വക്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം 17 തവണ അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന ഇൻഷിറാഹ് സൂറത്ത് 17 തവണ ഓതുക. ഓരോ തവണ ഓതി കഴിയുമ്പോഴും അയാളുടെ പേര് മനസ്സിൽ ഓർത്ത് മനസ്സിൽ ദുആ ചെയ്യുക. ഇങ്ങനെ 17 തവണ ഓതുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരുടെ മനസ്സാണ് മാറ്റിയെടുത്ത് നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ ആളുടെ മനസ്സ് മാറിക്കിട്ടുന്നതായിരിക്കും. ഏറ്റവും നല്ലത് മഗ്‌രിബ് നിസ്കാര ശേഷമായിരിക്കലാണ്, അതല്ലെങ്കിൽ സുബ്ഹ് നിസ്കാര ശേഷം. ഇതിൽ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു പോന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്രക്കും ഫലമുള്ള ഒരു സൂറത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. ആരെങ്കിലും ഇതുപോലെ ഹറാമിൻ്റെ വഴിയിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നന്നായി മനസ്സ് മാറി നന്നായി നല്ല സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും ഈമാൻ കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വാലിഹീങ്ങളാക്കി ജീവിച്ച് മരിക്കുവാൻ നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരുടെയും കടങ്ങളെല്ലാം വീടി എത്രയും പെട്ടെന്ന് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റി റാഹത്തുള്ള ഇസ്സത്തുള്ള സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.